എറണാകുളത്ത് 3 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുള്ള പോക്സോ കേസിൽ പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനായി DNA സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കാനായിട്ടാണ് DNA സാമ്പിൾ പ്രധാനമായിട്ടും ശേഖരിച്ചിരിക്കുന്നത്. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി ക്രൂര ബലാത്സംഗം നേരിട്ടതായി തെളിയുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരനാണ് പീഡനം നടത്തിയിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് പോക്സോ കേസ് എടുത്ത് പുത്തൻകുരിശ് പോലീസ് ഇയാളെ അറസ്റ്റും ചെയ്തു. കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്തുകൊണ്ട് വീട്ടിൽ നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിക്കുകയും ചെയ്തു. തുടർന്നുള്ള നടപടിയിലാണ് പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കുന്നത്. അതിനിടെ കൊലപാതക കേസിൽ പ്രതിയായ അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയുണ്ടായി. ആലുവ മജിസ്ട്രേറ്റ് കോടതിയാണ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടത്. അമ്മയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മകൾ ലൈംഗിക പീഡനത്തിനിരയായത് അറിഞ്ഞിട്ടില്ലെന്നാണ് അമ്മ നൽകിയ മൊഴി. ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടിയിൽ അമിതമായി താല്പര്യം കാണിച്ചത് ശരിക്കും തന്നെ അസ്വസ്ഥപ്പെടുത്തിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടിയിൽ നിന്ന് പോലും തന്നെ അകറ്റുന്നതായി തനിക്ക് തോന്നിയിരുന്നു. ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നതായി തനിക്ക് വിവരവും ലഭിക്കുകയുണ്ടായി. തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്ക വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. രണ്ടാനമ്മയുടെ കീഴിൽ തന്റെ കുഞ്ഞ് ജീവിക്കുന്നത് ദുസ്വപ്നം കണ്ടെന്നും കുഞ്ഞിന്റെ ഭാവിയിൽ ആശങ്കയുണ്ടായതിനാലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നും യുവതി പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട്. അതേസമയം അവിവാഹിതനായ അച്ഛന്റെ ഇളയ സഹോദരനായിരുന്നു ഈ കുട്ടിയെ പീഡനത്തിനിരയാക്കിയിരുന്നത്. മാത്രമല്ല 1.5 വർഷമായി പീഡനം തുടർന്നിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അറസ്റ്റിലായ 35 വയസ്സുള്ള ഉറ്റ ബന്ധുവിനെ ഇന്നലെ റിമാൻഡും ചെയ്തു. കുട്ടിയെ പല പ്രാവശ്യം പീഡിപ്പിച്ചതായി അയാൾ മൊഴി നൽകി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുന്നതുമായിരിക്കും. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും ആന്തരിക രക്തസ്രാവവും ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ പോലീസിനെ അറിയിക്കുകയും ഉണ്ടായി. ഇതിനെ തുടർന്ന് ഇയാളടക്കം പിതാവിന്റെ ഉറ്റ ബന്ധുക്കളായ 3 പേരെ ചോദ്യം ചെയ്തതിനൊടുവിലാണ് പ്രതിയെ കൂടുതലും കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഇയാളുടെ ഫോൺ പരിശോധിച്ചതിനെ തുടർന്ന് ലൈംഗിക വൈകൃതം ഉള്ളയാളാണെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. പീഡിപ്പിച്ച കുറ്റത്തിനും പിതാവിന്റെ സഹോദരനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം നാട്ടുകാരെയും യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. കുട്ടിയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ വെളിപ്പെടുത്തുന്നുണ്ട്. പല പ്രാവശ്യം കുഞ്ഞിനെ പീഡിപ്പിച്ചുവെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസും പറയുന്നുണ്ട്. മരണവാർത്തയറിഞ്ഞ കുഞ്ഞിന്റെ പിതാവിനേക്കാൾ കൂടുതൽ വിഷമിച്ചത് പ്രതിയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സംസ്കാര ചടങ്ങുകളിലും വിങ്ങിപ്പൊട്ടിയായിരുന്നു ഇയാൾ പങ്കെടുത്തിരുന്നത്. ജീവനോടെ പുഴയിൽ എറിയപ്പെട്ട കുഞ്ഞ് ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും വ്യക്തമാവുന്ന കാര്യവുമാണ്. പീഡനത്തിന്റെ സൂചനകളായ മുറിവുകളും കണ്ടെത്തി. എന്നാൽ കുട്ടിയെ പുഴയിൽ എറിഞ്ഞതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അഡീഷണൽ SP M കൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് 2 കേസുകളും കൂടുതലും അന്വേഷിക്കുന്നത്. കുട്ടിയെ പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിൽ പ്രതിയായ അമ്മയുടെ വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടു. 5 ദിവസത്തെ കസ്റ്റഡിയാണ് മജിസ്ട്രേറ്റ് കോടതി ചെങ്ങമനാട് പോലീസിന് കൂടുതലും അനുവദിച്ചിരിക്കുന്നത്. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അമ്മ മിണ്ടുന്നില്ലായിരുന്നു. മാനസികമായി തകർന്ന നിലയിലായിരുന്നു ഇവർ കൂടുതലും ഉണ്ടായിരുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുന്നതായിരിക്കും. കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഇവരുടെ ബന്ധുവിനെയും അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യുന്നതാണ്. കാക്കനാട് വനിതാ ജയിലിലായിരുന്ന അമ്മയെ വൈകിട്ട് 5-ന് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. പിന്നീട് ചോദ്യം ചെയ്യലിനോട് ഇവർ നിസ്സഹരിക്കുകയാണെന്നും റിപ്പോർട്ടുകളും വന്നിരുന്നു. മാനസിക നില തകരാറിലായതുപോലെയായിരുന്നു പ്രതികരിക്കുന്നതെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അടുത്ത ദിവസങ്ങളിൽ മുഴിക്കുളത്ത് കുട്ടിയെ പുഴയിലെറിഞ്ഞ സ്ഥലം, ആലുവ, മണപ്പുറം, അങ്കനവാടി എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുന്നതായിരിക്കും.